പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥിയും മാതാവിനെയും വിട്ടയച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം പരശുവയ്ക്കൽ സ്വദേശിയും അമ്മയുമാണ് തട്ടിപ്പിൽ പങ്കില്ലെന്ന് കണ്ട് പോലീസ് വിട്ടയച്ചത്. വിദ്യാർത്ഥിക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന് അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ നേരത്തെ സമ്മതിച്ചിരുന്നു. തിരുപുറം സ്വദേശിയാണ് ഗ്രീഷ്മ. നെയ്യാറ്റിൻകരയിലെ അക്ഷയ കേന്ദ്രത്തിലാണ് വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയത്. നീറ്റിന് അപേക്ഷിക്കാൻ കുട്ടിയുടെ കുടുംബം ഏൽപ്പിച്ചത് മറന്നുപോയതുകൊണ്ടാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് അക്ഷയ സെന്ററിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത്. തൈക്കാവ് VHSലാണ് വിദ്യാർത്ഥി പരീക്ഷയ്ക്കെത്തിയത്. തിരുവനന്തപുരത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരിലുള്ള ഹാൾ ടിക്കറ്റിലായിരുന്നു ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഹോൾ ടിക്കറ്റിന്റെ ആദ്യ ഭാഗത്ത് കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥിയുടെ പേരും ഡിക്ലറേഷൻ ഭാഗത്ത് മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരുമാണ് എഴുതിയിരുന്നത്. ഹാൾ ടിക്കറ്റ് പരിശോധനയിൽ തട്ടിപ്പ് കണ്ടുപിടിച്ച എക്സാം സെന്റർ അധികൃതരാണ് ഉടൻ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് പത്തനംതിട്ട പോലീസ് എത്തി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് ലഭിച്ചതെന്നുള്ള അന്വേഷണമാണ് അക്ഷയ സെന്റർ ജീവനക്കാരിയിൽ എത്തിച്ചത്. ഗ്രീഷ്മയാണ് ഹാൾ ടിക്കറ്റ് നൽകിയതെന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ.